നമസ്കാരം. സ്പോൺസർ പണം അടച്ചില്ല. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ടീം ഈ വർഷം കേരളത്തിലെത്താനുള്ള സാധ്യത അടഞ്ഞു. അതിനിടെ കേരളത്തിന് നാണക്കേടാകുന്ന തരത്തിലാണ് ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് പ്രകാരം വെറും 30 കോടിയുടെ അഡ്വാൻസ് പോലും കേരളത്തിന് അടയ്ക്കാനായില്ല എന്നാണ്. മാർച്ച് മാസത്തിൽ അർജന്റീനയുമായി കരാർ ഒപ്പിടേണ്ടതായിരുന്നു. അർജന്റീന ടീം കേരളത്തിലെത്താൻ 100 കോടിയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഇതിൽ 30% കൊടുത്തു വേണമായിരുന്നു കരാർ ഒപ്പിടേണ്ടതായിരുന്നുവെന്നാണ് സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട്. അതായത് 30 കോടി. ആ 30 കോടി നൽകാനായില്ല. ഇതോടെയാണ് കരാർ ഒപ്പിടൽ നടക്കാതെ പോയത്. ഒരു സർക്കാർ വിചാരിച്ചിട്ട് 30 കോടി പോലും അർജന്റീനയ്ക്ക് നൽകാനായില്ല എന്നത് ആഗോളതലത്തിൽ തന്നെ കേരളത്തിന് നാണക്കേടായി മാറി. മെസ്സി ഒക്ടോബറിൽ വരുമെന്ന കായിക മന്ത്രിയുടെ പ്രഖ്യാപനം വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ₹1 പോലും സ്പോൺസർമാർ നൽകിയില്ല. ഇതാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് മെസ്സി ആരാധകരെ നിരാശയിലാക്കിയത്. ഈ സാഹചര്യത്തിൽ ഒക്ടോബറിൽ ചൈനയിൽ പര്യടനം നടത്താൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചെന്നാണ് വിവരം. ചൈനയിൽ 2 മത്സരങ്ങൾ മെസ്സിയും സംഘവും കളിക്കും. അർജന്റീനയുടെ 2026 വിദേശ പര്യടന ഷെഡ്യൂളിലും കേരളമില്ല. സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയായ ഓൾ കേരള ഗോൾഡ് മെർച്ചൻസ് അസോസിയേഷനെയാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരത്തിന്റെ സ്പോൺസറാകാൻ സംസ്ഥാന സർക്കാർ ആദ്യം കണ്ടെത്തിയത്. വമ്പൻ പ്രഖ്യാപനങ്ങളും നടന്നു. ഇതിനിടെ ഒരു PR ഏജൻസിയും ഇതിനായി ഉണ്ടായി. അവർക്കും പണം കൊടുത്തു. പക്ഷേ അതിനപ്പുറം ഒന്നും നടന്നില്ല. 200 കോടി രൂപ സമാഹരിക്കുകയായിരുന്നു ഓൾ കേരള ഗോൾഡ് മെർച്ചൻസ് അസോസിയേഷന്റെ ലക്ഷ്യം. അതിൽ പകുതിയോളം രൂപ അപ്പിയറൻസ് ഫീസായി അർജന്റീന ടീമിന് നൽകേണ്ടി വരുമെന്നായതോടെ ഫണ്ടിംഗ് പാളി. പിന്നീട് പ്രധാന സ്പോൺസർമാരായി സ്വകാര്യ വാർത്താ ചാനലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വന്നു. എന്നാൽ തുകയുടെ കാര്യത്തിൽ ചലനമുണ്ടായില്ല. തുക അടയ്ക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിസർവ് ബാങ്കിന്റെയും അനുമതിയും സംസ്ഥാന സർക്കാർ വാങ്ങിക്കൊടുത്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ കേരളത്തിലെ സ്റ്റേഡിയം സന്ദർശിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. എന്നാൽ പണം കിട്ടാത്തതിനാൽ അവരെത്തിയില്ല. മാർച്ചിലും കരാർ ഒപ്പിടൽ നടക്കാതെ വന്നതോടെ അർജന്റീന മറ്റു കരാറുകളിലേക്ക് പോയി എന്നതാണ് വസ്തുത. അർജന്റീനയുടെ പിന്മാറ്റത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനോ അദ്ദേഹത്തിന്റെ ഓഫീസോ തയ്യാറായില്ല. കഴിഞ്ഞ വർഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സ്പെയിനിൽ മന്ത്രി ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഒക്ടോബറിൽ 2 സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന വരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്ത്യയിലെ പാർട്ണർമാരായ HSBC ഇന്ത്യയും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ കേരളത്തിലെ ആരാധകർ പ്രതീക്ഷയിലായി. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യം ട്വീറ്റ് ചെയ്തു. പക്ഷേ ചാനൽ ചതിയിൽ കേരളം ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ്. സ്പോൺസർ പിന്മാറിയതോടെ മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത മങ്ങുകയായിരുന്നു. കരാർ പ്രകാരമുള്ള തുക നിശ്ചയിച്ചു കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും ഇത് നൽകിയില്ല. ഇതോടെ അർജന്റീന ടീം കേരളം ചുമതലപ്പെടുത്തിയ സ്പോൺസർക്കെതിരെ നിയമ നടപടി ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അർജന്റീന ടീമുമായി നേരിട്ടിടപെട്ട സംസ്ഥാന സർക്കാരിനും സ്പോൺസർ പിന്മാറ്റം അപമാനമായി. മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം എത്തുന്നത് വലിയ ആവേശത്തോടെയും പ്രതീക്ഷയോടെയുമാണ് കേരളം കാത്തിരുന്നത്. കരാർ പ്രകാരമുള്ള തുക സ്പോൺസർ അടച്ചിരുന്നുവെങ്കിൽ ഒക്ടോബറിലോ നവംബറിലോ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കുമായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ വഴി കേരളത്തിന് വേണ്ടി അർജന്റീനയുമായി കരാറുണ്ടാക്കിയ കമ്പനി ഉടമ്പടി എഴുതി 45 ദിവസത്തിനകം അഡ്വാൻസ് നൽകേണ്ടതായിരുന്നു. എന്നാൽ അവസാന തീയതി കഴിഞ്ഞ് 3 മാസം പിന്നിട്ടിട്ടും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കരാർ പ്രകാരമുള്ള തുക ലഭിച്ചില്ല. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കേരളം അർജന്റീനയിലെത്തി ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി നേരിട്ട് ചർച്ച നടത്തിയതാണ്, ഉറപ്പുകൾ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ കേരളം പറഞ്ഞ വാക്ക് പാലിക്കാതെ വന്നതോടെയാണ് അർജന്റീനയുടെ പിന്മാറ്റം. മെസ്സിയും ടീമും എത്തുന്നത് കേരളത്തിന്റെ വിപണിക്കും കായിക മേഖലയ്ക്കും ഉണർവേകും എന്ന പ്രതീക്ഷയിലായിരുന്നു സർക്കാർ. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പുതിയൊരു സ്പോൺസറെ കണ്ടെത്തുക എന്നതും സർക്കാരിന് വെല്ലുവിളിയായി.